നമസ്കാരം. ഞാൻ ശക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം രോഹിണി നക്ഷത്ര ജാതകരുടെ 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള വ്യാഴദശ കാലത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയുന്നത്. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഓരോ പ്രായങ്ങളിൽ ഓരോ ദശാകാലങ്ങളിൽ, രോഹിണി നക്ഷത്രക്കാർക്ക് മാത്രമല്ല എല്ലാ നക്ഷത്രക്കാർക്കും. അതിൽ രോഹിണി നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശാകാലത്തിലാണ്. ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് 10 വർഷമാണ്. അത് ഓരോ രോഹിണി നക്ഷത്രത്തിനും നക്ഷത്രജാതനും ജനിക്കുന്ന സമയത്തെ ആശ്രയിച്ചാണ് 10 വർഷം അനുഭവത്തിലുണ്ടാവുക ചന്ദ്രദശ, അതോ 10 ദിവസമാണോ ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളിവിടുത്തെ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രദശാകാലം 5 വർഷം എന്ന് ക്രമപ്പെടുത്തുകയാണ്. അങ്ങനെ വന്നാൽ രോഹിണി നക്ഷത്രക്കാരനെ സംബന്ധിച്ച് ജനനം മുതൽ 5 വയസ്സ് വരെ ചന്ദ്രദശയും, 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചൊവ്വാദശയും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹുർദശാകാലവുമാകും. ശേഷം 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് വ്യാഴദശാകാലം വരുന്നത്. ഈ വ്യാഴദശാകാലം ഗുണമാണോ ദോഷമാണോ എന്ന് നമ്മൾ തീർത്ത് പറയാൻ പറ്റുന്നത് ഏതൊരു രോഹിണി നക്ഷത്രജാതിൻ്റെയും ജാതകത്തിൽ ഗ്രഹനിലയിൽ വ്യാഴം ശുഭനോ അശുഭനോ എന്നതിനെ ആശ്രയിച്ചായി. എന്നിരുന്നാൽ പോലും പൊതുവേ നമ്മളൊരു രോഹിണി നക്ഷത്ര ജാതന് വ്യാഴദശാകാലം എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കുമ്പോൾ ഏകദേശം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് വരാൻ ഇടയുള്ളത്. അപ്പം ഏതൊരു രോഹിണി നക്ഷത്ര ജാതനെ സംബന്ധിച്ചും ഏകദേശ കണക്കനുസരിച്ച് 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴദശാകാലം. അപ്പം വ്യാഴദശാകാലത്തിൽ ശുഭനായിട്ടുള്ള വ്യാഴദശാകാലത്ത് ജാതകപ്രകാരം ശുഭനാണ് വ്യാഴമെങ്കിൽ ആ വ്യാഴദശാകാലത്ത് ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങൾ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ തൊഴിൽ സ്ഥിരത ഉണ്ടാവും. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും. അത് സർക്കാർ മേഖലയിൽ തന്നെയുള്ള തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനക്കയറ്റമോ സ്ഥലമാറ്റമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് കിട്ടും. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാകും. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ രാജ്യങ്ങളിൽ ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. സ്വന്തമായിട്ട് ഭൂമി വാങ്ങുവാനും അതിലൊരു വീട് നിർമ്മിക്കുവാനും വളരെ ആഡംബരത്വം നിറഞ്ഞ വീട് ആയി അതിനെ ക്രമപ്പെടുത്തുവാനും വില കൂടിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാനും കുടുംബസമേതം തീർത്ഥാടനങ്ങളോ വിശേഷപ്പെട്ട ഉല്ലാസയാത്രകളോ ഒക്കെ തന്നെ നടത്തുവാനും നടന്നു മാറുവാനിടയുണ്ട്. ജാതകനോ കുടുംബത്തിലുള്ളവർക്കോ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും. സ്വർണം രത്നം തുടങ്ങിയിട്ടുള്ള ഇവിടെ ലാഭമുണ്ടാകും. കച്ചവടമോ വ്യവസായമോ ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ അടിക്കടി വർദ്ധിച്ച ലാഭം, വർദ്ധിച്ച വരുമാനം പ്രതീക്ഷിക്കാം വ്യാഴദശാകാലത്ത്. കാരണം സർവേശ്വരകാരകനും സർവ ഐശ്വര്യകാരകനുമാണ് വ്യാഴമെന്നാണ് ജ്യോതിഷത്തിൽ വ്യാഴത്തെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വ്യാഴം അനുകൂലത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപുഷ്ടി, കുടുംബസൗഖ്യം, സാമ്പത്തിക ഭദ്രത, പ്രതാപവർദ്ധനവ്, സൽകീർത്തി, അധികാരലബ്ധി, ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങളാണ് ഉണ്ടാവുക. മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവുക, പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടന്നു മാറുക, അതുപോലെ തന്നെ പഴയ വീട് വിറ്റ് പുതിയ വീട് വാങ്ങിക്കുക, വീട് വയ്ക്കുക, പഴയ വണ്ടി മാറ്റി പുതിയ വാഹനം കരസ്ഥമാക്കുക, സ്വദേശത്ത് നിന്നും വിദേശത്തേക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെ ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ സുഖമെന്ന് കരുതുന്ന അല്ലെങ്കിൽ സൗഭാഗ്യമെന്ന് കരുതുന്ന ഒരുപാട് മേഖലകളിലൂടെ ശുഭനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്ത് ആ ജാതകന് കടന്നു പോകാൻ സാധിക്കും. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന വസ്തുവകകൾ ലഭിക്കുന്നത് മുതൽ കുടുംബ വ്യവസ്ഥിതിയിലുള്ള ഒരു ഐക്യം, അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ നടത്താൻ പറ്റുക, ഏതെങ്കിലും കുടുംബഭര ദേവതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ നടത്തിപ്പ് ചുമതല വഹിക്കുക, അത് വളരെ സ്തുത്യർഹമായ രീതിയിൽ ചെയ്തു തീർക്കുക. ഇങ്ങനെ വളരെയേറെ ശ്രേയസ്കരവും ഗുണകരവും സൗഭാഗ്യകരവുമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒരു ജാതകൻ കടന്നു പോകാനിടയാകുന്നൊരു കാലഘട്ടമാണ് വ്യാഴദശാകാലം, ശുഭനായിട്ടുള്ള വ്യാഴദശാകാലം. വ്യാഴത്തിൻ്റെ ശുഭാശുഭ ബലങ്ങളെ സംബന്ധിച്ച് നമ്മൾ ജാതക ഗ്രഹനില പരിശോധിച്ചാണ് നിർണ്ണയിക്കുന്നത്.
അപ്പം ശുഭനായിട്ടുള്ള വ്യാഴങ്ങൾ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ജാതകപ്രകാരം വ്യാഴം അശുഭനാണെന്ന് വിചാരിക്കുക. അത്ര നല്ല ഫലം നൽകുന്ന തരത്തിലല്ല വ്യാഴത്തിൻ്റെ ദീപം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വ്യാഴദശകാലം എങ്ങനെയായിരിക്കും? വരവിൽ കവിഞ്ഞ ചെലവ് ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്വത്തോ ഭൂമിയോ വീടോ വാഹനമോ ഒക്കെ സമ്പാദിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ സമ്പാദിക്കുന്നതിനേക്കാൾ വേഗതയിൽ നഷ്ടപ്പെടും. കടബാധ്യതകൾ വർദ്ധിക്കും. ഭൂമിയോ വീടോ ഒക്കെ ജപ്തി നടപടികളിലൂടെ നഷ്ടപ്പെടും. സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചത് പണയത്തിലിരിക്കും, അല്ലെങ്കിൽ അവരത് ലേലത്തിൽ വിൽക്കും. തൊഴിൽ മേഖലയിലാണെങ്കിലും അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ചില കടുംപിടുത്തങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സാമ്പത്തിക വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളെ നേരിടേണ്ടി വരും. സാമ്പത്തിക തട്ടിപ്പ്, വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് സാമ്പത്തിക മേഖലയിൽ, ബാങ്കിങ് മേഖലയിലൊക്കെ ഇടപെടുന്നവർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരികയും തന്മൂലം തൊഴിലിൽ തരം താഴ്ത്തപ്പെടുകയും ചെയ്യും. വിദേശത്ത് പോയാലും തൊഴിൽപരമായിട്ട് വലിയ മേന്മയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകും. ഷുഗർ പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കും. ബന്ധുമിത്രാദികളും അമ്മാവൻ, അമ്മായി, ചിറ്റമ്മ, കൊച്ചമ്മ ഇവരുമൊക്കെ ആയിട്ട് സ്വത്ത് തർക്കത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായ ഭിന്നതയും കലഹവും ഉണ്ടാകും. സാമ്പത്തിക വിഷയങ്ങളും സ്വത്ത് സംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാകും. വാഹനത്തിന് അടിക്കടി അറ്റകുറ്റപ്പണികൾ വേണ്ടി വരും. വാഹന അപകടങ്ങൾക്ക് തന്നെ സാധ്യത പറയാം. ഏത് കാര്യം തൊട്ടാലും അതെല്ലാം അപശകുനമായിരിക്കും. എന്ത് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അടച്ചു പൂട്ടേണ്ടി വരും. ആർക്കെങ്കിലും പൈസ കൊടുത്താൽ, വായ്പ കൊടുത്താൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിന്നാൽ അവസാനം ജാമ്യം നിൽക്കുന്നവൻ ആ കാശ് കൊടുക്കേണ്ട അവസ്ഥ വരും. അതായത് സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രതിസന്ധിയിലാണ്. കുടുംബപരമായിട്ട് ഒറ്റപ്പെടും. സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വരും. ഒരു തരത്തിൽ പറഞ്ഞാൽ കടബാധ്യതയെല്ലാം കൂടെ കൂടുമ്പോൾ ഇവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒരു ഒളിവിൽ കഴിയുന്നത് പോലെ ജീവിക്കേണ്ടുന്ന സാഹചര്യത്തെ വരെ വ്യാഴം കൊണ്ടുവന്നെത്തിക്കാം. ശുഭനല്ല വ്യാഴമെങ്കിൽ. എന്നാൽ ഇവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി വരാനിടയില്ല. വ്യാഴദശ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴദശ എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധി വരാനിടയില്ല. ഏകദേശം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യ ഫലങ്ങൾ കൂടുതലായിട്ട് വരാം. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കുക, തൊഴിൽ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള കൃത്രിമവും നടത്താതിരിക്കുക, അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് പോയി അത് ബന്ധനങ്ങളാവാതിരിക്കാൻ സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, സുഹൃത്തുക്കളുമായിട്ടുള്ള അമിത ധന ദുർവിനിയോഗം ഇവയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ വ്യാഴദശാകാലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെ അതിജീവിക്കാൻ സാധിക്കും. ഇനി വ്യാഴം പിഴച്ചാൽ എന്താണ് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാര നിർദ്ദേശം എന്ന് ചോദിച്ചാൽ, വ്യാഴാഴ്ച ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രധാരണം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം രാവിലെ ഒരു 7-നും 9-നും ഇടയിലുള്ള സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ 3 മുതൽ 33 തവണ വരെ ആകാം പ്രദക്ഷിണം ചെയ്യുക. മഞ്ഞളും പാലും കലർത്തിയത് അരയാലിനൊഴിച്ച് അതിൽ നിന്നും ഒരല്പം എടുത്ത് മഞ്ഞൾ കുറയായിട്ട് തിലകം ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഈ തുടർന്നുള്ള ദശാകാലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പതുക്കെ വീഡിയോ ചെയ്യുന്നതാണ്. ഈ വിവരങ്ങൾ കാണുന്നവർ തുടർച്ചയായിട്ടുള്ളവരുടെ ദശാകാലത്തെക്കുറിച്ചും ജ്യോതിഷ ഫലസാധ്യതയെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ കാണുക. നമ്മളെന്തായാലും ഇത്രയും ഒരു വ്യാഴദശയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങളിൽ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്ക് പറഞ്ഞാൽ 9288115644 9288115644 എന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ
ചെറിയ ചെറിയ സംശയങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമയം പോലെ മറുപടി നൽകാൻ ബുദ്ധിമുട്ടില്ല. ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം. നന്ദി, നമസ്കാരം.